യുദ്ധം നിർത്തി രണ്ടാം നാളില് മിഡിൽ ഈസ്റ്റിലോട്ട് പറന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ ടാങ്കർ വിമാനങ്ങളും അതുപോലെ തന്നെ സപ്ലൈ കൊടുക്കുന്ന, അതായത് മിലിറ്ററി സപ്ലൈ കൊടുക്കുന്ന വിമാനങ്ങളുമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് 2 ദിവസം കൂടെ യുദ്ധം അതുപോലെ പോയിരുന്നെങ്കിൽ തൂഫാനായി പോകുമായിരുന്ന അമേരിക്കൻ അല്ലെങ്കിൽ പട്ടാളം, അമേരിക്കൻ ബേസും അമേരിക്കയുടെ ബാക്കി വരുന്ന വിമാനങ്ങൾക്കും വേണ്ട ഫ്യൂവലും അല്ലെങ്കിൽ അവർക്ക് വേണ്ട മറ്റ് സംഭവങ്ങളും അതുപോലെ തന്നെ മിസൈൽ ഇന്റർസെപ്റ്റേഴ്സും അയൺ ഡോം പോലത്തെ താഡ് പോലത്തെ റീഫിൽ ചെയ്യാനുള്ള ബാറ്ററികളും കൊണ്ട് പറന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ വിമാനങ്ങൾ. വളരെ സിമ്പിളാണ്. യുദ്ധം എങ്ങനെയെങ്കിലും സീസ് ഫയർ പറഞ്ഞ് കാല് പിടിച്ചിട്ട്, പാകിസ്ഥാൻ ത്രൂ ആണെങ്കിലും ആര് ത്രൂ ആണെങ്കിലും ഇറാന്റെ കാല് പിടിച്ച് ഈ ഒരു യുദ്ധം നിർത്തി ഈ ഒരു സന്ധി സംഭാഷണം എന്ന് പറയുന്ന നാടകം കളിച്ചത് തന്നെ ഇത്രയും വിമാനങ്ങളെ തിരിച്ച് അങ്ങോട്ട് എത്തിക്കാനും ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഫില്ല് ചെയ്യാനോ. അതല്ലായിരുന്നെങ്കിൽ ഇസ്രായേലും അല്ലെ അമേരിക്കയും എന്ന് പറയുന്ന 2 രാജ്യങ്ങൾ ഈ ലോകത്ത് ഏറ്റവും വലിയ തോൽവി, യുദ്ധങ്ങളിൽ ഏറ്റവും വലിയ തോൽവി ഏറ്റെടുത്ത 2 രാജ്യങ്ങളായി മാറുമായിരുന്നു. അതിന് അവർ കാണിച്ചിട്ടുള്ള വെറും ഒരു ഗിമിക്ക് മാത്രമാണ് ഈ ഒരു ചർച്ചയും സമാധാന ചർച്ചയൊക്കെ. ഹെസ്ബുള്ളയുടെ പേരും പറഞ്ഞിട്ട് ഇസ്രായേൽ ഇന്നും ഇന്നലെയൊന്നും അല്ല ലബനോനിലോട്ട് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1982 ഹിസ്ബുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഘടന, ഒരു സായുധ സംഘടന ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് തന്നെ എങ്ങനെയെങ്കിലും ലബനോൻ പിടിച്ചെടുക്കാൻ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ചില ദൃശ്യങ്ങളും അന്നത്തെ അല്ലെങ്കിൽ സ്ഫോടനങ്ങളുടെ ദൃശ്യങ്ങളും ഞാൻ കാണിച്ചുതരാം. അത് കണ്ട് അതിനുശേഷമായിരുന്നു ഹിസ്ബുള്ള എന്ന് പറഞ്ഞ ഒരു സംഘടന ഉണ്ടാകുന്നതും ഇസ്രായേലിനെതിരെ അവർ തിരിഞ്ഞ് പോരാടി നിൽക്കുന്നതും എങ്ങനെയാണോ ഹമാസ് ഉണ്ടായിട്ടുള്ളത്, അതും കൂടെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. നെതന്യാഹുവിന്റെ ക്രിമിനൽ വിചാരണ ഈ വരുന്ന ഞായറാഴ്ച നടക്കാനിരിക്കുന്നുണ്ട്. ഈ ഒരു വിചാരണ എത്രത്തോളം നെതന്യാഹുവിനെ എഫക്ട് ചെയ്യും എന്നുള്ളത് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ നെതന്യാഹു യുദ്ധം നിർത്താൻ ഒരു പ്ലാനും ഇല്ല. ഈവൻ അമേരിക്ക 3-4 ദിവസത്തെ സമയം എടുത്തിട്ട് സീസ് ഫയർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതുപോലും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. കാരണം നാളെ കഴിഞ്ഞാണ് ഈ പറഞ്ഞ വിചാരണ ഇസ്രായേലിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധം നിർത്തിക്കൊണ്ട് നെതന്യാഹു ഒരു തരത്തിലുള്ള പരിപാടിക്ക് നിൽക്കില്ല. കാരണം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളും അല്ലെങ്കിൽ സയണിസ്റ്റ് ചിന്താഗതി, ജൂതന്മാരുടെ തനി കൊണം അതുപോലെ കിട്ടിയിട്ടുള്ള ഒരു പച്ച തീവ്രവാദിയും കൂടാണ് ഈ പറഞ്ഞ നെതന്യാഹു. അതുകൊണ്ട് തന്നെ അതും നമ്മളാരും പ്രതീക്ഷിക്കേണ്ട. വിശാല ഇസ്രായേൽ ഉണ്ടാക്കണമെങ്കിൽ ലബനോൻ പണ്ടേ പിടിച്ചടക്കേണ്ടതാണ്, ജോർദാൻ പിടിച്ചടക്കേണ്ടതാണ്, സൗദി പിടിച്ചടക്കേണ്ടതാണ്. അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ മുക്കും മൂലവും കുറിയും പിടിച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് ലബനോനിലോട്ടുള്ള ആക്രമണം 82 ഹിസ്ബുള്ള തുടങ്ങുന്നതിൻ്റെ മുമ്പേ ഉണ്ടായതുമാണ്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കും. അത് പച്ചക്ക് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാലും, ഇപ്പം ഇവരുടെ മന്ത്രി, ഇസ്രായേലിൻ്റെ മന്ത്രി അത് പച്ചക്ക് വിളിച്ച് പറഞ്ഞാൽ പോലും അതിനെതിരെ ശബ്ദിക്കാനൊന്നും ഒരു മനുഷ്യനും ഈ ലോകത്തുണ്ടാവില്ല. പകരം ഇറാനിലെ പെണ്ണുങ്ങൾ പർദ്ദ ഇട്ടിട്ടുണ്ടേ, പർദ്ദയുടെ അടിയിലുള്ള ബിക്കിനി അങ്ങ് കാണണേ എന്നും പറഞ്ഞ് ചാടി കളിക്കാൻ ഇപ്പം അമേരിക്കക്കാരും ഉണ്ടാവും. അവർക്ക് കൈയടിക്കാനും അവന്മാരുടെ ഈ ചെറ്റത്തരം കണ്ടുപിടിക്കാൻ ഇന്ത്യയിലെ സംഘികളും ഉണ്ടാവും. ഇന്ത്യയിലെ സംഘി ഏതെങ്കിലും ഒരു പെങ്ങളെയും അല്ലെങ്കിൽ സ്വന്തം ഭാര്യനെയും ബിക്കിനിട്ട് പുറത്തിറക്കും എന്നുള്ളത് നമുക്ക് കാണാം അല്ലേ. ഏതായാലും ഇന്നത്തെ ഈ കുറച്ച് യുദ്ധ അപ്ഡേറ്റുകൾ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ആദ്യം തന്നെ നമുക്ക് എടുത്തു പറയാനുള്ളത്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ റോയിറ്റേഴ്സിൻ്റെ വീഡിയോ ആണ്. അതായത് ഇറാനിയൻ പ്രതിനിധികളെ ഇറാനിൽ നിന്നും പാകിസ്ഥാനിലോട്ട് കൊണ്ടുപോകുന്ന ഒരു ദൃശ്യമാണ്. കാരണം പാകിസ്ഥാൻ നല്ല പോലെ അറിയാം ഈ പറഞ്ഞ പാകിസ്ഥാനെ തന്നെ അല്ലെങ്കിൽ ചതിപ്പെടുത്തിയിട്ട് ഈ ഒരു തന്ത്രത്തിലോട്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിനെ പോലും പറ്റിച്ചിട്ടാണ് ഈ പരിപാടി നടത്തിയെന്നുള്ളത് നമ്മൾ പല പോസ്റ്റുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സന്ധി സംഭാഷണത്തിനെന്നും പറഞ്ഞ് വിളിച്ചു വരുത്തുന്ന സമയത്ത് വരെ അവരെ തീർത്ത് കളയാൻ അമേരിക്കയും അല്ലെങ്കിൽ ഇസ്രായേലിനെ പോലത്തെ തന്തയില്ലാത്ത ചെറ്റത്തരവന്മാർ കാണിക്കുമെന്നുള്ള പൂർണ്ണ ഉറപ്പുള്ളത് കൊണ്ട് തന്നെ പാകിസ്ഥാൻ അവരുടെ ഫൈറ്റർ ജെറ്റുകളുടെ അകമ്പടിയോടെയാണ് ഇറാനിയൻ പ്രതിനിധികളെ പാകിസ്ഥാനിലോട്ട് എത്തിക്കുന്നത്. അതിൻ്റെ കുറച്ച് ചിത്രങ്ങളും അതിൻ്റെ കുറച്ച് വീഡിയോസും ഒക്കെ ലീക്കായി വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിൽ ഇപ്പോൾ നാളെ നടക്കാനിരിക്കുന്ന ചർച്ച എന്ന് പറയുന്നത് വെറും ഒരു പ്രഹസനം മാത്രമാണ്. ഈ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുവരാൻ തന്നെ കാരണം ഈ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഇന്നലെ മെനഞ്ഞാന്നുമായിട്ട് മിഡിൽ ഈസ്റ്റിലോട്ട് വന്നിട്ടുള്ള അമേരിക്കയുടെ ചരക്ക് വിമാനങ്ങളാണ്, അതായത് യുദ്ധച്ചരക്ക് വിമാനങ്ങളാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ കടത്തിയിട്ടുള്ളത് സപ്ലൈസ്, കൂടുതലും മിസൈൽ ഇന്റർസെപ്റ്റേഴ്സും, അതായത് ഇറാന്റെ മിസൈലുകളെ തടുക്കാനുള്ള പ്രതിവിധി മിസൈലുകളും അല്ലെങ്കിൽ ഒരു അയൺ ഡോം സിസ്റ്റത്തിലോട്ട് ഫില്ല് ചെയ്യാനുള്ള, താഡിലോട്ട് ഫില്ല് ചെയ്യാനുള്ള, പാട്രിയറ്റിലോട്ട് ഫില്ല് ചെയ്യാനുള്ള മറ്റ് മിസൈലുകളും അതിൻ്റെ ബാറ്ററികളുമാണ്. കാരണം അതെല്ലാം ഇറാൻ അടിച്ച് തകർത്ത് കളഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ അസംബിളിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും കൂട്ടത്തിൽ അമേരിക്കൻ പട്ടാളക്കാർക്ക് അവിടെ പിടിച്ചു നിന്ന് പോകാനുള്ള ബാക്കി സാധനങ്ങൾ, സപ്ലൈസും ബാക്കി യുദ്ധക്കോപ്പുകളും അങ്ങോട്ട് ഏറ്റവും കൂടുതൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു സപ്ലൈ കൂടെ അവർ മനസ്സിലാക്കുന്നത്. അതായത് 2 ദിവസം കൂടെ യുദ്ധം നേരത്തെ പറഞ്ഞ പോലെ പോയിരുന്നെങ്കിൽ ഇറാൻ ഇത് കംപ്ലീറ്റ്ലി അടിച്ച് തീർത്ത് ട്രംപിൻ്റെ കുണ്ടിയിൽ വരെ ബോംബ് പൊട്ടിക്കുന്ന രീതിയിൽ സ്ഥലം എത്തും എന്നുള്ളപ്പോഴാണ് ഈ ഒരു അവസ്ഥയിലോട്ട് എത്തിയത്. നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. 4 വിമാനങ്ങൾ ഒരൊറ്റ ദിവസം അമേരിക്കയുടെ വീണ് പിറ്റേ ദിവസം തന്നെയാണ്, അതായത് ഞങ്ങളിത് ഇറാനെ തീർക്കാൻ പോകാമെന്ന് പറഞ്ഞ് അതിൻ്റെ രാത്രി തന്നെയാണ് ഈ ഒരു സന്ധി സംഭാഷണം അല്ലെങ്കിൽ സീസ് ഫയർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വളരെ വ്യക്തമായിരുന്നു. അത് പ്രഖ്യാപിച്ചത് അമേരിക്കയുടെ ഇനിയുള്ള വിമാനങ്ങളും കൂടെ തകർത്ത് ട്രംപിനെ അമേരിക്കക്കാർ റോട്ടിലിട്ട് ചവിട്ടി കൊല്ലണ്ട എന്ന് വിചാരിച്ചിട്ട് ട്രംപ് എടുത്ത ഒരു ഒരു ഗിമിക് പരിപാടിയാണിത്. ഇതിൽ ഇറാനികൾ വീണ് പോയതാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതാണെങ്കിലും ഇറാൻ ഇനിയും അടിക്കും. ഇവർ എത്രത്തോളം ഫില്ല് ചെയ്താലും ഇറാൻ്റെ കയ്യിൽ തീരുന്ന അവസാനത്തെ മിസൈൽ ഇട്ട് അടിക്കുന്നവർ അവരടിച്ചുകൊണ്ടിരിക്കും. കാരണം ജീവൻ അവർക്ക് ഇതില്ല. അവസാന യുദ്ധമായിട്ട് കാണുന്ന ഒരു യുദ്ധമാണ്. അതുകൊണ്ട് പക്ഷേ ഈ ഒരു അവസരത്തിന് നിന്നു കൊടുക്കരുതായിരുന്നു എന്നാണ് പലരും ഇപ്പോൾ പറയുന്നത്. ഇറാൻ ഈ ഒരു അവസരത്തിന്, ഈവൻ ഇറാനികൾ പോലും പറയുന്നത് ഇങ്ങനെ ഒരു അവസരത്തിന് അമേരിക്കയ്ക്ക് നിന്ന് കൊടുക്കരുതായിരുന്നു എന്നായിരുന്നു. പക്ഷേ
ആരുടെയൊക്കെ എന്തൊക്കെയോ സമ്മർദ്ദം ഇറാനില്ല, പക്ഷേ ചില വാക്കുകളിൽ പലവട്ടം അവർ ചതിച്ചതാണ്. അമേരിക്ക പലവട്ടം ചതിച്ചതാണ്. അമേരിക്ക പല അഞ്ചാം റൗണ്ട് വരെയുള്ള സന്ധി സംഭാഷണത്തിനിടയിൽ ഇസ്രായേൽ അവിടെ പോയി ബോംബിട്ട് അമേരിക്ക അവരെ സപ്ലൈ ചെയ്തിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് വന്ന ആളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചതിയന്മാരായിട്ടുള്ള ഈ തന്തയില്ലാത്തവന്മാരെ വിശ്വസിച്ചത് എന്തിനാണ് ഇറാൻ മനസ്സിലാവുന്നില്ല. അവരുടെ നല്ല മനസ്സോടായിരിക്കാം എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഏതാണെങ്കിൽ ഇതാണ് ഇപ്പം മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് ഫില്ല് ചെയ്യാം. ഇറാനെ 2 ദിവസം സംഭാഷണം സന്ധി എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അവിടെ പോയി കാട്ടിക്കൂട്ടൽ നടത്തും. അടുത്ത ദിവസം തന്നെ വീണ്ടും അടിതോട്ടും. ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഇറാൻ എന്തിനും തയ്യാറായിട്ട് തന്നെ ഇരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഗ്യാപ്പ് പോലും ഇറാൻ കൊടുക്കരുതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ മാത്രമല്ല പലരുടെ അഭിപ്രായം. ഇതാണ് ഒന്ന് പറയാനുള്ളത്. ഇനി മറ്റൊരു കാര്യം, ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടോ. ഈ ഒരു വീഡിയോ 1982 ഒരു വീഡിയോ ആണ് കേട്ടോ. സൗണ്ട് കേൾക്കേ. കേട്ടില്ലേ? അതായത് സ്ഫോടനമാണ്. അതായത് 1982 ബെയ്റൂട്ടിൽ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അന്ന് 82 ഹിസ്ബുള്ള ഉണ്ടാകുന്നത്. ഹിസ്ബുള്ളയുടെ എന്താ പറയുക എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഉണ്ടാകുന്നത് 82 ഇത് അതിൻ്റെ മുമ്പായിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് ആ സമയത്ത് തന്നെ എങ്ങനെയെങ്കിലും ഇപ്പം വിശാല ഇസ്രായേലാണല്ലോ അവന്മാരുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമാണല്ലോ ജോർദാനും ലെബനോനും സൗദിയുടെ ഭാഗങ്ങളും ഒക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ അതിന് തടയിട്ട് അല്ലെങ്കിൽ അതിന് സമ്മതിക്കാതെ നിന്ന ഒരു രാജ്യം അത് ഇസ്രായേൽ. ഈ പറഞ്ഞ അറബ് രാജ്യങ്ങളെല്ലാം ഇവന്മാർക്ക് വളഞ്ഞു കുത്തി ഇവന്മാരുടെ ഷൂ നക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വേറെ കാര്യം. സുഖ ലോലുപത്തിൽ ജീവിച്ച് ഐഫോണും മന്തിയും അത് മാത്രം മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന UAE ഭരണാധികാരികൾക്ക് മുമ്പിൽ ഇവർക്കെതിരെ എന്നും യുദ്ധം ചെയ്യുന്നത് ഇറാൻ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇറാനെ തകർക്കാൻ വേണ്ടി ഇവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാണ്ട് വേറെ കാര്യത്തിനൊന്നുമില്ല. അപ്പം 82 ഈ ഒരു സംഭവം നടന്ന അന്നത്തെ വീട് അന്ന് മുതൽ ഇസ്രായേലിൽ ഇപ്പോഴല്ലേ ഹിസ്ബുള്ളനെ ഞങ്ങൾ തകർക്കണം, ഹിസ്ബുള്ള ഞങ്ങൾക്ക് ഭീഷണി. ഹിസ്ബുള്ള ഭീഷണി ആയത് അന്നത്തെ ലെബനോനിൽ തന്നെ ഇവന്മാർ ഈ പരിപാടി കാണിച്ചിട്ടാണ് അതിനെ എതിർക്കാൻ ഹിസ്ബുള്ള ഉണ്ടാകുന്നത്. ലെബനോന് സ്വന്തമായിട്ടുള്ള രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള സംഘടനകൾ ഉണ്ടായിട്ടുള്ളത്. ഹമാസ് ഉണ്ടായതുപോലെ, അല്ലെങ്കിൽ പലസ്തീനെ മൊത്തത്തിൽ അങ്ങ് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെതിരെ അടിക്കാൻ ഹമാസ് ഉണ്ടായതുപോലെ തന്നെ ഈ സംഭവങ്ങളും അന്ന് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഒന്നും അറിയാതെ ഈ കൊഞ്ഞനം കുത്തുന്ന ചങ്കി തിട്ടങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊന്ന് മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ തുടങ്ങിയിരുന്നത്. നിനക്കും തീറില്ല, എന്നാലും വേണ്ടില്ല, ബാക്കിയുള്ള ആർക്കെങ്കിലും മനസ്സിലാവട്ടെ. അപ്പം ഇതാണ് പരിപാടി. അപ്പം അന്ന് മുതൽ ഉണ്ടായിട്ടുള്ള ഹിസ്ബുള്ള ഇവർക്കെതിരെ ആക്രമിച്ചു തുടങ്ങി. ഇന്ന് ഇപ്പോൾ ഹിസ്ബുള്ളനെ ഞങ്ങൾ ഇറാനുമായിട്ടുള്ള സന്ധി എന്ന് പറഞ്ഞാൽ എന്താ, ഇവർക്ക് റീഫിൽ ചെയ്യാനുള്ള ടൈം. ആ സമയം കൊണ്ടും ഹിസ്ബുള്ളനെ അടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള പേരിൽ ലെബനോൻ മാക്സിമം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. കാരണം ലെബനോൻ പിടിച്ചെടുത്താലേ വിശാല പലസ്തീനിലോട്ടുള്ള ഒരു വഴി ഇവർക്ക് കിട്ടുള്ളൂ. അത് പച്ചക്ക് വന്ന് ഇറാനിയൻ അല്ല ഈ പറഞ്ഞ ഇവരുടെ മന്ത്രി തന്നെ, ഇസ്രായേലിൻ്റെ മന്ത്രി തന്നെ അത് പച്ചക്ക് വന്ന് പറഞ്ഞാൽ പോലും അതിനെതിരെ, അതായത് ഒരു സ്വതന്ത്ര രാജ്യമായിട്ടുള്ള ലെബനോനിൽ ഞങ്ങൾ പിടിച്ചെടുക്കാൻ പോകുക എന്നാണ് പറഞ്ഞത്. ഇതാണ് ഇസ്രായേലിൻ്റെ മന്ത്രി. ഇയാളുടെ പേര് ഇസ്രായേലിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ടെററിസ്റ്റ് ഓക്യുപ്പേഷൻ. അയാളുടെ പേര് സ്മോട്രിച്ച് എന്നാണ്. ഡ്യൂറിങ് ദ ഓപ്പണിംഗ് ഓഫ് എ ന്യൂ സ്റ്റേറ്റ്മെൻറ്റ് നെയിംഡ് മസോ സ്തൂറി ഇൻ ദ വെസ്റ്റ് ബാങ്ക്. അതായത് ഇസ്രായേൽ വിൽ എക്സ്പാൻഡ് ദർ ബോർഡർ ഇൻ ഗസ, ലെബനോൻ ആൻഡ് സിറിയ. ഈ 3 രാജ്യങ്ങൾ തകർത്തത് അമേരിക്കയും ഇസ്രായേലുമാണ് നമുക്കറിയാം. അപ്പോൾ തകർക്കാനുള്ള കാരണം അവർക്ക് വിശാല ഇസ്രായേൽ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. ദർ വിൽ ബി എ സെഷൻ ഇൻ ഗസ ടു എക്സ്പാൻഡ് അവർ ബോർഡേഴ്സ്, അനദർ സെഷൻ എക്സ്റ്റെൻഡിങ് ടു ലെബനൻ ടു റീച്ച് ദ ലിറ്റാനി റിവർ ഓൺ എ ഡിഫെൻസീവ് ബോർഡേഴ്സ്. ഓക്കെ, ഈ ലിറ്റാനി റിവർ മുതൽ ഈ യൂക്രട്ടീസ് നദി വരെയുള്ള ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലും അതുപോലെ തന്നെ നൈലിൻ്റെ സ്പേസിലും ഒക്കെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് വിശാല ഇസ്രായേലിൻ്റെ ബോർഡേഴ്സ് ആയിട്ട് കരുതുന്നത്. അപ്പോൾ ആ ബോർഡേഴ്സ് കരുതണമെങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുക്കണം. ഗസ പിടിച്ചെടുക്കണം, ഈ സംഭവങ്ങൾ മൊത്തം പിടിച്ചെടുക്കണം. അതുപോലെ സിറിയയിൽ പിടിച്ചെടുക്കണം. സിറിയയിൽ അവർക്ക് റീച്ച് ചെയ്യാനുള്ള സ്ഥലം എന്ന് പറയുന്നത് മൗണ്ട് ഹെർമോൺ വരെയാണ്. അതായത് ഹെർമോൺ കുന്നുകൾ വരെ പിടിച്ചെടുക്കണം. എന്നിട്ട് ഒരു ബഫർ സോണെങ്കിലും ആക്കി അറ്റ്ലീസ്റ്റ് എടുത്ത് വെക്കണം എന്നാണ് ഇസ്രായേലിൻ ഫിനാൻസ് മിനിസ്റ്റർ ഇപ്പം പറഞ്ഞിട്ടുള്ളത്. അതായത് വിശാല പലസ്തീൻ. അപ്പം ഇത്തരത്തിലുള്ള ഈ രാജ്യങ്ങളിലോട്ടൊക്കെ കടന്നു കയറി ഇവർ യുദ്ധം ചെയ്യുമ്പം ആർക്കും ഒന്നും പറയാനില്ല. UN എന്ന് പറഞ്ഞാൽ വെറും ഒരു സ്റ്റിക്കർ ഒട്ടിച്ച ഒരു സംഘടന മാത്രമായിട്ടുണ്ട്. ഇതിനെതിരെ സംസാരിക്കാൻ ഒരു നാറ്റോയും ഇല്ല, ഒരു വിശ്വഗുരു ചക്കഗുരു ഇല്ല. കാരണം ഇവർക്ക് അടിമപ്പെട്ടവരൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തിനാണ് ഹിസ്ബുള്ളനെ ആക്രമിക്കുന്നത് മനസ്സിലായല്ലോ. ലെബനോൻ പിടിച്ചെടുക്കുക. ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാൻ ഇവന്മാർ കാണിക്കുന്ന തോന്നിവാസങ്ങൾക്ക് ലോകം സാക്ഷിയായിട്ട് നിൽക്കുകയാണ്. അപ്പം ഇതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിമ്പിളായിട്ടും ജസ്റ്റ് പറഞ്ഞു പോകുന്ന രീതി ഈ കഥകളൊക്കെ. അപ്പം അതൊരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. റീഫില്ലിംഗ് മറ്റൊരു സൈഡിലോട്ട് നടക്കുന്നത്. പ്രഹസനമായിട്ട് മാറുന്ന ഈ ഒരു ചർച്ച ഒരു സൈഡിലുണ്ട്, അതിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇറാനിയൻ നമ്മുടെ അബ്ബാസ് അറാച്ചി വിദേശകാര്യമന്ത്രി വന്നിട്ടൊരു കാര്യം പറഞ്ഞത്. അതായത് നെതന്യാഹുവിൻ്റെ ക്രിമിനൽ വിചാരണ ഇനി ഞായറാഴ്ച പുനരാരംഭിക്കാൻ പോകും, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ. ലെബനോൻ ഉൾപ്പെടെയുള്ള മേഖലയിൽ നടപ്പാക്കുന്ന സമഗ്രമായിട്ടുള്ള ഒരു സമാധാന കരാർ അദ്ദേഹത്തിൻ്റെ ജയിൽവാസം വേഗത്തിലാക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു കരാറിലോട്ട് ഇയാൾക്ക് എത്തണ്ട. അയാൾ എത്താണ്ടിരിക്കാനാണ് ഹിസ്ബുള്ളയുടെ പേരും പറഞ്ഞ് ലെബനോനിൽ ഇപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമാധാന കരാർ വന്നു കഴിഞ്ഞാൽ, യുദ്ധം നിന്ന് കഴിഞ്ഞാൽ ഇയാളെ പിടിച്ച് ജയിലിലിടും. കാരണം അത്രയും 3-4 കുറ്റങ്ങൾ, രൂക്ഷ കുറ്റങ്ങളിലെ വിചാരണയ്ക്ക് വിധേയനാവാൻ വേണ്ടി നിൽക്കുന്ന ആളാണ് ഇയാൾ. അതുകൊണ്ട് തന്നെ നയതന്ത്രത്തെ കൊല്ലാൻ നെതന്യാഹുവിനെ അനുവദിച്ചുകൊണ്ടുള്ള തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെങ്കിലും
അത് അന്തിമമായിട്ട് അവരുടെ മാത്രം തെരഞ്ഞെടുപ്പായിരിക്കും. ആ വിഡ്ഢിത്തമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എങ്കിലും ഞങ്ങൾ അതിന് തയ്യാറാണ്. അതായത് ഇപ്പം ഈ ഒരു സമാധാന ചർച്ച എന്നും പറഞ്ഞ പേരും പറഞ്ഞിട്ട് നിങ്ങൾ ഈ കാണിച്ചു നിൽക്കുന്ന പരിപാടികൾ ഒന്നും എവിടെ എത്തൂല എന്ന് ഞങ്ങൾക്ക് അറിയാം. കാരണം ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നെതന്യാഹു അടുത്ത ദിവസം ജയിലിൽ കയറേണ്ടി വരും. അപ്പം അമേരിക്ക ഇത് അറിഞ്ഞുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും കൂടെ കാണിച്ചു കൂട്ടുന്ന സമാധാന ചർച്ചകളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം, എങ്കിലും ഞങ്ങളൊന്ന് ട്രൈ ചെയ്യട്ടെ, ഒരു സമാധാനത്തിലൊക്കെ എത്തട്ടെ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞങ്ങളിത് സമ്മതിച്ചത്. അതല്ലാണ്ട് നിങ്ങളെ വിശ്വസിച്ചത് കൊണ്ടോ നിങ്ങളെ ട്രസ്റ്റ് ഉള്ളത് കൊണ്ടോ അല്ല എന്നാണ് അബ്ബാസ് അറാച്ചി പ്രധാനമായിട്ടുള്ള ഈ ഒരു പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഇറാൻ ഒന്നും അറിഞ്ഞിട്ടല്ല, പക്ഷേ ഈ ഒരു ചാൻസ് പോലും ഈ വേട്ടാവളിയന്മാർക്ക് കൊടുക്കരുതായിരുന്നു എന്നാണ് പലരും ഇപ്പോൾ അഭിപ്രായപ്പെട്ടില്ല. ഈവൻ ഇറാനിലെ ജനങ്ങൾ പോലും നമ്മളത് കൊടുക്കേണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഇറാനിലെ ആ രീതിയിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, മറ്റൊരു ദൃശ്യം പുറത്തോട്ട് വന്നത് ഈ കാണുന്നതാണ്. ഇത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അമേരിക്കയുടെ ഫ്യൂൽ റീഫില്ലിംഗ് ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇറാഖിൻ്റെ അതിർത്തിയിലൂടെ പോകുന്നത്. അപ്പോൾ ഇപ്പോഴും അവിടെ അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകൾ അങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. എവിടെയെങ്കിലും ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ പൊട്ടിക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിന് ഫ്യൂൽ ചെയ്യാനുള്ള എന്താ പറയുക ടാങ്കേഴ്സാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം യുദ്ധം അമേരിക്ക നിർത്തി എന്ന് പറയുന്നത് അവർക്ക് റീഫില്ലിങ്ങിനുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ്. എന്താണെങ്കിലും ഇനി യുദ്ധം നിൽക്കും എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. ഒരാഴ്ച മാക്സിമം 4-5 ദിവസം ഇതിങ്ങനെ ചർച്ച എന്നും പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചർച്ച അലസിപ്പോയി എന്ന് പറയും. ചർച്ച അലസിപ്പോയിട്ടില്ലെങ്കിൽ പോലും അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ അവരെ പാകിസ്ഥാനിൽ വെച്ച് കൊല്ലാനും ഇവന്മാർ മടിക്കില്ല. ഇനി അത് മാത്രമല്ല, ഈ സമയത്ത് തന്നെ ഇസ്രായേൽ വീണ്ടും അടി തുടങ്ങും. യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോകും. ഹോർമോസ് കടലിടുക്ക് ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുന്നത്. 4-5 കപ്പലുകൾ മാത്രമാണ് അതിലൂടെ പാസ് ചെയ്ത് പോയിട്ടുള്ളത്. ഈ ലോകം മൊത്തം ബാധിക്കുന്ന യുദ്ധമായി തന്നെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതല്ലാണ്ട് വരട്ടെ, യുദ്ധം ഒന്നിനുള്ള പരിഹാരം അല്ലെങ്കിലും അതൊന്നും അല്ലാണ്ട് വരട്ടെ നമുക്ക് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം. അത് മാത്രമേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. ശരി.